എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതി യാത്രേൻ്റെ ഇടയിലാണ്. ഇതുപോലെ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തമ്പുരാങ്കാട് വ്യൂ പോയിൻ്റൊക്കെ തീരെ തിരക്കില്ലാതെ നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. നല്ല രസമുണ്ട്. ചെറുതായിട്ടിപ്പം മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വൈബാ. ബാക്കിലെ മലയൊക്കെ കണ്ടോ, മഞ്ഞ് വന്ന് ആകെ മൂടി നിൽക്കുക. ഈ തമ്പുരാങ്കാട് വ്യൂ പോയിന്റിൽ നിന്ന് മുന്നിലുള്ള മലകളിലൊക്കെ നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അനിമൽസിനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ആനക്കൂട്ടം. ആദ്യത്തെ വിഷ്വലിൽ കണ്ട ആനക്കൂട്ടം അവിടെയുള്ള മരങ്ങൾക്കിടയിലേക്ക് മാറിപ്പോയി. പിന്നീട് അവിടെ വിഷ്വൽസ് ഒന്നും അങ്ങനെ കിട്ടിയില്ല. അതിന്റെ കുറച്ച് അപ്പുറത്ത് മാറിയായിരുന്നു ഈ ആനകൾ നിന്നിരുന്നത്. ഇതിൽ 2 മുതിർന്ന ആനയും പിന്നെ ഒരു കുട്ടിയാനയുണ്ട്. നമുക്ക് ശരിക്കും കണ്ടു നിൽക്കുമ്പോൾ അത്ഭുതം തോന്നും, ആനകൾ ഇങ്ങനെ ചെങ്കുത്തായ മലകളിലൂടെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ. പക്ഷെ അവര് ശരിക്കും വളരെയധികം ശ്രദ്ധിച്ചും വളരെ ബാലൻസ് ചെയ്തൊക്കെയാണ് അതിലൂടെ നടക്കുന്നത്. ഈ ആനകൾ വളരെ ദൂരത്താണ് നിൽക്കുന്നത്. പക്ഷെ അവരുടെ ആ ഒരു പ്രസൻസ് നമുക്ക് തരുന്ന ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. ഇവിടെ വന്ന ആളുകളൊക്കെ ഈ കാഴ്ച കണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ ക്യാമറയിലൂടെ നോക്കിയായിരുന്നു ആനകളെ കണ്ടെത്തിയിരുന്നത്. അത്രയ്ക്കും ദൂരത്താണ് ആനകൾ നിൽക്കുന്നത്. ആനകൾ മാത്രമല്ല, ഇവിടെ മ്ലാവും കാട്ടുപോത്തും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കാട്ടുപോത്തിന്റെ സൈറ്റും കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസും വൈകാതെ വരും. അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കണം. ആ ആന അവിടെ അതിന് കഴിക്കാനുള്ള എന്തോ കണ്ടിട്ടുണ്ട്. കുറെ അവിടെ നിന്ന് എത്തിപ്പിടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. കിട്ടുന്നില്ല എന്ന് കണ്ടപ്പം മെല്ലെ തിരിഞ്ഞ് കുറച്ച് ബാക്കിലേക്ക് വന്ന് അതിന്റെ അടുത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഒരു ചെടി പറിക്കാനായിരുന്നു മൂപ്പര് ഇങ്ങോട്ട് വന്നത്. ആ ചെടിയും പറിച്ചു കഴിച്ച് അത് അവിടെ തന്നെ നിന്നു. ആ കുട്ടിയാനെ ആണെങ്കിൽ ഇനി എങ്ങോട്ട് പോകണമെന്ന് നോക്കി ആകെ കൺഫ്യൂസ്ഡ് ആയി. കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് അത് മുന്നിലുള്ള ആനയുടെ അടുത്തേക്ക് പോയി. ഈ ആനകൾ ഇവിടെ നിൽക്കട്ടെ, ഇനി ഞാൻ ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്രക്കിടയിലുള്ള കുറച്ച് വിഷ്വൽസും ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് സൈറ്റിങ്സും ഒക്കെ കാണിക്കാം. നേരത്തെ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഇവിടുന്ന് ഒരു എൻട്രി പാസ് വാങ്ങണമായിരുന്നു. ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ QR കോഡ് നമുക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈലിൽ തന്നെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് ഒന്നിലധികം തവണ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു കാട്ടുപോത്തിനെ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. മൂപ്പര് മിക്കവാറും ഈ റോഡ് സൈഡിലൊക്കെ ആയിട്ട് തന്നെ നിൽക്കാറുണ്ട്. അത്യാവശ്യം പ്രായമുള്ള ഒരു മെയിൽ അഡൽട്ട് ഇന്ത്യൻ ഗോറാണിത്. മൂപ്പരങ്ങനെ വലിയ ഉപദ്രവകാരിയൊന്നും അല്ല. റോഡ് സൈഡിലുള്ള പുല്ലൊക്കെ തിന്ന് അതിന്റെ കാര്യം നോക്കി നടക്കാറാണ് പതിവ്. നമ്മളൊന്നും ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്യാറില്ല. എന്നാലും 2 വീലറിലൊക്കെ വരുന്നവരൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പം ഒരു മരത്തേൽ കുറച്ച് കരിങ്കുരങ്ങൾ ഇരിക്കുന്നത് കണ്ടു. ആ മരത്തേലിരുന്ന് അവിടെയുള്ള ഇലകളൊക്കെ പറിച്ചു കഴിച്ചിരിക്കുമായിരുന്നു അവര്. ഈ നീലഗിരി ലങ്കൂർ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ തനതായ ഒരു വന്യജീവിയാണ്. കറുത്ത ശരീരവും മുഖത്തിന് ചുറ്റുമുള്ള മഞ്ഞ കളർന്ന തവിട്ട് നിറത്തിലുള്ള രോമങ്ങളുമാണ് ഇവയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മറ്റു കുരങ്ങിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ പല കാടുകളിലും നമുക്ക് ഇവയെ കാണാം. ഈ നീലഗിരി ലങ്കൂർ ഒരു സസ്യബുക്കാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം മരങ്ങളിലെ ഇലകളാണ്. പ്രത്യേകിച്ച് ഇളമിലകളും പുതിയ തളിരുകളുമാണ് ഇവർ കൂടുതലായി കഴിക്കുന്നത്. അതിന്റെ കൂടെ പഴങ്ങളും പൂക്കളും വിത്തുകളും ഒക്കെ കിട്ടുന്ന അനുസരിച്ച് ഇവർ കഴിക്കാറുണ്ട്.
ഇപ്പോഴും കുറേ ആളുകൾക്ക് ഈ നീലഗിരി ലങ്കൂറും ലയൺ ടെയിൽ മക്കാക്ക്, അതായത് നമ്മുടെ സിംഹവാലൻ കുരങ്ങുകളുമായിട്ട് മാറിപ്പോകാറുണ്ട്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരുടെ വാല് ശ്രദ്ധിച്ചാൽ മതി. ഈ നീലഗിരി ലങ്കൂറിന്റെ വാലിന് നല്ല നീളം ഉണ്ടാവും. സിംഹവാലൻ കുരങ്ങുകളുടെ വാലിന് ഇത്ര നീളം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ നീലഗിരി ലങ്കൂറിനൊക്കെ ഇവിടെ വിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ പോകുന്ന വഴിക്കായിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പം കുറെ ബേർഡ്സിനെ കണ്ടു. ഈ ഇരിക്കുന്ന ഒരു ബാർബറ്റാണ്, ചിന്നക്കുട്ടുരുവൻ. ഇതിന്റെ കണ്ണിന്റെ താഴെയായിട്ട് ആ ഒരു വെള്ള കളർ കണ്ടോ? അതുകൊണ്ട് ഇവരുടെ ശരിക്കുള്ള പേര് വൈറ്റ് ചീക്ഡ് ബാർബറ്റ് എന്നാണ്. കുറച്ചപ്പുറത്ത് മാറി ഒരു യെല്ലോ ബ്രോഡ് ബുൾബുൾ ഇരിക്കുന്നുണ്ടായിരുന്നു, മഞ്ഞച്ചിന്നൻ. അത് പെട്ടെന്ന് തന്നെ പറന്നുപോയി. ഈ ഇരിക്കുന്നത് ഒരു ഓറഞ്ച് മിനുവറ്റ് ആണ്. ഇത് ഫീമെയിലാണ്. ഫീമെയിലാണ് ഈ ഒരു മഞ്ഞ കളറ്. ഇതാണ് മെയിൽ ഓറഞ്ച് മിനുവറ്റ്. ഇതിന്റെ ആ ഒരു കളറ് കണ്ടില്ലേ? മലയാളത്തിൽ ഇവയെ തീക്കുരുവി എന്നാണ് വിളിക്കുന്നത്. ഇവരെയൊക്കെ ഷൂട്ട് ചെയ്ത് തമ്പുരാങ്കാട് എത്തിയത് അറിഞ്ഞില്ല. ഇന്നാണെങ്കിൽ ഇടയ്ക്ക് വെയിലും എന്നാൽ ഇടയ്ക്ക് മഴയും, പിന്നെ ഇടയ്ക്ക് ആകെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഇപ്പം 2 ദിവസമായിട്ട് നെല്ലിയാമ്പതിയിൽ മഴ കുറവാണെന്നാണ് കേട്ടത്. എന്നാലും നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുന്നത്, അതേപോലെ പെട്ടെന്ന് തന്നെ വെയിലും വരാം. എന്നാൽ ഇതൊന്നും അല്ലാതെ പെട്ടെന്ന് തന്നെ ആകെ കോടമഞ്ഞ് വന്ന് മൂടാനുമുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പം ഒരു മരത്തിൽ ഒരാൾ പമ്മിരുന്ന് എന്തോ കഴിക്കുന്നത് കണ്ടു. നമ്മുടെ മലയണ്ണാനാണ്, മലബാർ ജയന്റ് സ്ക്വിറൽ. ഇവര് ശരിക്കും കണ്ടിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. എന്തോ ഭയങ്കര തിരക്കുള്ള രീതിയിലാണ് ഇവര് ഭക്ഷണം തേടി പോകുന്നത്. കുറച്ചപ്പുറത്തുമാരെ ഒരു മരത്തേൽ കുറച്ച് നീലഗിരി ലങ്കൂർ ഇരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ അവരും ഈ ഇലകളൊക്കെ പറിച്ച് കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. ഇങ്ങനെ ഈ ഇലകളൊക്കെ കഴിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഈ ലീവ്സിലുള്ള സെല്ലുലോസ് ഒന്നും നമ്മുടെ വയറിൽ അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. എന്നാൽ നീലഗിരി ലങ്കൂറിന്റെ വയറ് അതിനു വേണ്ടി തന്നെ അഡാപ്റ്റഡ് ആണ്. അവരുടെ വയറിലുള്ള ചില ബാക്ടീരിയ സെല്ലുലോസിനെ ബ്രേക്ക് ചെയ്ത് അതിനെ എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ധാരാളം ഇലകൾ കഴിച്ച് അവർക്ക് അതിൽ നിന്ന് മാത്രം എനർജി നേടാൻ കഴിയും. അങ്ങനെ ഞങ്ങള് കൈകാട്ടി എത്തി. ഇവിടെയാണ് നെല്ലിയാമ്പതിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉള്ളത്. നമ്മളിപ്പോ പോകുന്നത് കാരാപ്പാറ റൂട്ടിലാണ്. ഈ റൂട്ടിലങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പം റോഡിൽ നിന്ന് കുറച്ച് മാറി ഒരു കേഴമാനെ കണ്ടു, നമ്മുടെ ബാർക്കിംഗ് ഡിയർ. ഇതൊരു മെയിലാട്ടോ. നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയതും അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം ഫ്രണ്ടിലേക്കൊക്കെ പോയിട്ട് അത് പെട്ടെന്ന് തന്നെ കാടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഈ ഇരിക്കുന്ന ബേഡ് ഏതാണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ കിന്നരിപ്പരുന്താണ്, ചേഞ്ചബിൾ ഹോക്കിഗിൾ. ഇവിടെ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലുള്ള മരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതുപോലെയുള്ള ബേർഡ്സിന്റെ സൈറ്റിംഗ് കിട്ടും. ഇതൊരു റാപ്റ്ററാണ്, അതായത് ഇര പിടിക്കുന്ന പക്ഷി. ചെറിയ പക്ഷികളെയും ഏഴന്തുക്കളെയും പ്രാണികളെയും മറ്റു ചെറിയ ജീവികളൊക്കെ ഇവർ പിടിച്ച് കഴിക്കാറുണ്ട്. അതാ കാറ്റത്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. സാധാരണയായി ഒരു മരത്തിന്റെ ഉയർന്ന ചില്ലയിലിരുന്ന് ചുറ്റും നിരീക്ഷിച്ച് ഇരയെ കണ്ടാൽ പെട്ടെന്ന് ഡൈവ് ചെയ്ത് അതിന്റെ ശക്തമായ കാലുകളും കൂർത്ത നഖങ്ങളും ഉപയോഗിച്ച് അതിനെ പിടിക്കും. ഇവരുടെ കണ്ണും അതിനനുസരിച്ച് വളരെയധികം ഷാർപ്പാണ്. ഇവരുടെ തലയില് ആ ഉയർന്നു നിൽക്കുന്ന ക്രസ്റ്റാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഇവര് അലേർട്ടൊക്കെ ആകുമ്പോഴാണ് പൊതുവെ ഇങ്ങനെ കാണാറ്.
ആ തേയിലത്തോട്ടത്തിന്റെ ഇടയിലായിട്ടൊരു സാമ്പാട്ടീര് നിൽക്കുന്നത് നോക്കിയേ. അതൊരു മെയിലാട്ടോ. അതിന്റെ കൊമ്പ് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വരുന്നതേ ഉള്ളൂ. ഈ ഒരു മരത്തേല് 2 മയിലുകൾ ഇരിക്കുന്നുണ്ട്. രണ്ടും ഫീമെയിലാണ്. നമുക്ക് ഈ പ്രാവശ്യം നെല്ലിയാമ്പതിയിലേക്ക് വന്നിട്ട് ആൺമയിലിന്റെ സൈറ്റിംഗ് ഇതുവരെ കിട്ടിയില്ല. ഈ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് വന്നതും കുറച്ച് ദൂരെയായിട്ട് ഒരു കിഴമാൻ നിൽക്കുന്നത് കണ്ടു. ഒരെണ്ണം അല്ലാട്ടോ, അതിന്റെ ബാക്കിലായിട്ട് വേറെ ഒരെണ്ണം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ആയിട്ട് കുറെ കുരങ്ങുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് മാറി ഇവിടെ കുറച്ച് സാമ്പാഡിയസും ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്നത് ഒരു ഫീമെയിൽ ആട്ടോ. ഇവര് ശരിക്കും ഇങ്ങനെ കാമായിട്ടൊന്നും കിട്ടാറില്ല. നമ്മുടെ പ്രസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകും. ഇതിപ്പോ നമ്മൾ അത്യാവശ്യം ദൂരത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു അതവിടെ വളരെ കാമായിട്ടായിരുന്നു നിന്നിരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കിഴമാൻ. ഇതിന്റെ കൊമ്പ് കണ്ടില്ലേ? ഇത് മെയിലാട്ടോ. മെയിൽസിനാണ് ഇങ്ങനെ കൊമ്പുള്ളത്. അതിന്റെ ബാക്കിലായിട്ട് അവിടെ കുറെ കുരങ്ങുകൾ ചാടി കളിക്കുന്നത് കണ്ടോ? ആ കിഴമന്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഇവിടെ ഒരു സാമ്പാടിയറും കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്ന ഒരു ഫീമെയിൽ ആട്ടോ. ഇവിടെ വേറെയും കുറച്ച് സാമ്പാഡിയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവര് കുറച്ച് ഉള്ളിലായിട്ടാണ് കിടക്കുന്നത്. പിന്നെ കുറച്ചെണ്ണം അതിന്റെ ഉള്ളിലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കാപ്പികൾ കാരണം നമുക്കങ്ങനെ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്താ നെല്ലിയാമ്പതിയുടെ ഭംഗിയെന്ന് നോക്കിയേ. എന്ത് രസമല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇനി നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഈ വഴികളിലൊക്കെ വേഴാമ്പലിന്റെ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറ്റത്തായിട്ട് 2 സാമ്പാടിയർ നിൽക്കുന്നത് കണ്ടത്. ഇവിടെയുള്ള 2 സാമ്പാടിയേഴ്സും മെയിലാണ്. 2 പേർക്കും നല്ല കൊമ്പൊക്കെ ഉണ്ട്. ഈ ഒരെണ്ണം കുറച്ച് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. മറ്റേ സാമ്പാടിയർ ആണെങ്കിൽ ആ തേയിലത്തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ വേഴാമ്പലിന്റെ സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടിയതാണ് ഈ ഒരു വേഴാമ്പലിന്റെ സൈറ്റിംഗ്. കുറച്ച് അപ്പുറത്ത് മാറി ഇതിന്റെ കുട്ടിയും കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ വേഴാമ്പലിന്റെ സൈറ്റിംഗ് കിട്ടുന്നത്. ഇത് വേഴാമ്പലിന്റെ ഒരു ഫാമിലി തന്നെ ഉണ്ട്. അച്ഛനും അമ്മയും പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നതിൽ ആ ചെറുതൊരു കുട്ടിയാണ്. പിന്നെ ഒരു വേഴാമ്പല് കുറച്ച് താഴെയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ബാക്കിലായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് ഫീമെയിൽ. ഈ ഫ്രണ്ടിലിരിക്കുന്നത് ഇവരുടെ കുട്ടിയാട്ടോ. ആ മെയിലാണെങ്കിൽ കുറച്ച് താഴെയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞതും ആ മെയിൽ അവിടെ നിന്ന് പറന്നുപോയി. അതിന്റെ പിന്നാലെ തന്നെ ഫീമെയിലും
കുട്ടി ഇവിടെ നിന്ന് പറന്നുപോയി. ആ വേഴാമ്പലുകളൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് വന്നതും ഞങ്ങൾക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് ആണ് ഈ ഇരിക്കുന്ന സെർപ്പന്റ് ഈഗിൾ. കുറച്ചപ്പുറത്ത് മാറി ഒരു കാപ്പിലാണെങ്കിൽ ഒരു ഓറഞ്ച് മിനുവേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ അതിന്റെ കളർ നോക്കിയേ. ഈ ഒരു കളർ കാരണമാണ് ഇവർക്ക് തീക്കുരുവി എന്നുള്ള പേരും വന്നത്. ബേർഡ്സിനെ ഷൂട്ട് ചെയ്യുമ്പം ചെറിയ രീതിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയും കൊണ്ട് നിൽക്കുന്ന മ്ലാവിനെ ഒന്ന് നോക്കിയേ, എന്താ രസല്ലേ. നമ്മൾ ഈ മ്ലാവിനെ കണ്ടിരിക്കുന്നത് നേരത്തെ കേഴമാനെ കണ്ട സ്ഥലത്തിന്റെ അടുത്തൊക്കെ തന്നെ ആയിട്ടാണ്. പക്ഷെ ആ കേഴമാനെ ഒന്നും ഇവിടെ കാണാനുണ്ടായിരുന്നില്ല. മഴ കാരണം അതൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോയെന്ന് തോന്നുന്നു. നേരത്തെ നമുക്ക് ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലുള്ള മരത്തില് ഒരു ഹോക്കികളുടെ സൈറ്റിംഗ് ആയിരുന്നു കിട്ടിയത്. ഇപ്പതേ തിരിച്ചു വരുമ്പം ഇതിന്റെ ഇടയിലുള്ള സിൽവർ റോക്കിന്റെ മരത്തിലായിട്ട് നമുക്കൊരു സെർപ്പന്റീകളുടെ സൈറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു സ്ട്രൈപ്പ് നെക്ക് മംഗൂസിനെ കാണുന്നത്. അതാണെങ്കിലും മഴയൊക്കെ നനഞ്ഞ് മെല്ലെ അതിലൂടെ നടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതങ്ങനെ മെല്ലെ നടന്ന് ആ തേയിലച്ചെടികൾക്ക് ഇടയിലേക്ക് കയറിപ്പോയി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ബാർക്കിംഗ് ഡിയറിന്റെ സൈറ്റും കിട്ടി. ഇന്ന് നമുക്ക് എന്തായാലും നെല്ലിയാമ്പതിന്ന് ഇഷ്ടംപോലെ ബാർക്കിംഗ് ഡിയേഴ്സിന്റെ സൈറ്റും കിട്ടിയിട്ടുണ്ട്. ഇവരെ അത്ര കോമൺ ആയിട്ടൊന്നും നമ്മൾ അങ്ങനെ കാണാറില്ല. നമ്മൾ രാവിലെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ഇവിടുന്ന് ഒരു മെയിൽ ബാർക്കിംഗ് ഡിയറിന്റെ സൈറ്റും കിട്ടിയിരുന്നു. അതിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ബാർക്കിംഗ് ഡിയറിനെ നമ്മളിപ്പോ കണ്ടിരിക്കുന്നത്. ഇതൊരു ഫീമെയിലാണ്. ഇപ്പൊ ഞങ്ങള് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. നെല്ലിയാമ്പതിയിലേക്ക് വന്നിട്ടുള്ള മിക്ക ആളുകൾക്കും ഈ സ്ഥലം എന്തായാലും നല്ല പരിചയം ഉണ്ടാവും. എന്താ ഭംഗിയില്ലേ. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് ആണ് ഈ രണ്ട് കാട്ടുപോത്തുകള്. അവര് കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലായിട്ട് നിൽക്കുകയായിരുന്നു. ഒരു കാട്ടുപോത്താണെങ്കിൽ നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കി തലയൊക്കെ ഉയർത്തി നമ്മളെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റേ ആള് ഒരു മൈൻഡും ഇല്ലാതെ അവിടെ ആ പുല്ലും കഴിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു മിക്ക ആനിമൽസും ഇതുപോലെ കാപ്പിത്തോട്ടത്തിന്റെ ഇടയിലും കാടുകൾക്ക് ഉള്ളിലായിട്ടാണ് കയറി നിൽക്കുന്നത്. ആ കാട്ടുപോത്ത് വീണ്ടും തലയൊക്കെ താഴ്ത്തി അവിടെ ഉള്ള പുല്ലൊക്കെ പറിച്ച് കഴിക്കാൻ തുടങ്ങി. നമ്മൾ ഇതുപോലെയുള്ള കാപ്പിത്തോട്ടത്തിലൂടെ ഒക്കെ പോകുമ്പം ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാലേ നല്ലപോലെ സൈറ്റിങ്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് വീണ്ടും സൗണ്ട് കിട്ടാന്ന് തോന്നുന്നു. അത് നമ്മളെ തന്നെ വീണ്ടും നോക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവാട്ടോ. നിങ്ങളിങ്ങോട്ട് വരുമ്പം നിങ്ങൾക്ക് നേരെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ പോയി കണ്ടുവരാട്ടോ. നല്ല സ്ഥലമാണ്. ഞങ്ങള് പലതവണ അവിടെ പോയിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ പോകുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ തേയിലത്തോട്ടത്തിന്റെ ഇടയിലായിട്ട് കുറച്ച് കിളികളെ കണ്ടത്. ഇവിടെ ഈ കിളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് കളിക്കുന്നുണ്ട്. ഈ രണ്ട് കിളികൾ മാത്രം ആ തേയിലച്ചെടിയുടെ ഇടയിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ നടക്കുന്നുകൊണ്ടാണോന്ന് അറിയില്ല, ഇവരുടെ പേര് ശരിക്കും തോട്ടക്കാരൻ എന്നാണ്. ഇംഗ്ലീഷിൽ ഇവരെ ബ്ലാക്ക് ത്രോട്ടഡ് മുനിയ എന്നാണ് വിളിക്കുന്നത്. ആ ബേർഡ്സിനെയൊക്കെ കണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നതും നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പുലിയാമ്പാറയൊക്കെ എത്തിയപ്പം നല്ല മഴയായിരുന്നു.
അങ്ങനെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച് വന്ന ആ ഒരു വെതർ കിട്ടി. പിന്നെ അങ്ങോട്ട് നല്ല കോടമഞ്ഞായിരുന്നു. ഞങ്ങൾ ഈ കോടമഞ്ഞിലൂടെയുള്ള ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴാണ് ഒരാൾ മരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. ഒരു സിംഹവാലൻ കുരങ്ങാണ്, ലയൺ ടെയിൽ മക്കാക്ക്. നമ്മൾ നേരത്തെ കരിങ്കുരങ്ങിന്റെ കാര്യം സംസാരിച്ചപ്പം അവിടെ സിംഹവാലിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് തിരിച്ച് തമ്പുരാങ്കാട് എത്താറായി. നമ്മൾ രാവിലെ കണ്ട തമ്പുരാങ്കാടാണോ ഇതെന്ന് നോക്കി. എന്താ രസല്ലേ, ആകെ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കണ തമ്പുരാങ്കാട്. ചെറിയൊരു മഴയും അതിൻ്റെ ഒപ്പം ആകെ കോടമഞ്ഞും വന്ന് മൂടിയിരിക്കുന്നു. ശരിക്കും നിങ്ങൾ നെല്ലിയാമ്പതി വരുമ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു വെതറിന് വേണ്ടി ട്രൈ ചെയ്യണം. രാവിലെ നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടെ നിന്നുള്ള ആ മലയുടെ വ്യൂ ഒക്കെ കണ്ടിരുന്നു. ഇപ്പൊ അവിടെ അങ്ങനെ ഒരു മല തന്നെ ഉണ്ടെന്ന് അറിയില്ല. ഈ ഒരു ഓണം വെക്കേഷനിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഡൗട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 1 ഡേ ട്രിപ്പിനോ അല്ലെങ്കിൽ 2 ഡേ ട്രിപ്പിനോ ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നെല്ലിയാമ്പതി. നിങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വരാൻ പറ്റിയൊരു സമയമാണിത്. ഈ മഴയും കൊണ്ടിരിക്കുന്ന ഈ കുരങ്ങിനെ ഒന്ന് നോക്കിയേ, എന്താ രസല്ലേ. പിന്നെ നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, ഇവിടെ ഏതൊക്കെ സ്ഥലമാണ് കാണാനുള്ളത്, എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നെല്ലിയാമ്പതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറി ആ കോടമഞ്ഞൊക്കെ കുറച്ച് കുറഞ്ഞു വന്നപ്പോൾ ആ മലമുകളിലായിട്ട് ഞങ്ങളൊരു കാഴ്ച കണ്ടു. ആ മലേന്റെ ടോപ്പിലായിട്ട് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ. ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. നല്ല മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഗോർ. നല്ല ദൂരത്തായിട്ട് അവർ നിൽക്കുന്നത്. നമുക്കിവിടെ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ ചെറിയൊരു മൂമെന്റ് മാത്രമേ കാണാനുള്ളൂ. നമുക്കിന്ന് ശരിക്കും വളരെ അടുത്ത് നിന്ന് തന്നെ കാട്ടുപോത്തിന്റെ സൈറ്റും കിട്ടിയെങ്കിലും ഈ ഒരു കാഴ്ച ഇതൊരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ ഒരു സിംഹവാലൻ കുരങ്ങി ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. ശരിക്കും പറഞ്ഞ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണിത്. ഈ സിംഹവാലൻ കുരങ്ങി ഇവിടെ ഇരിക്കുന്നത് ഇതിലൂടെ പോകുന്ന വണ്ടിയും കാത്താണ്. ഇവര് പൊതുവെ മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഇവരങ്ങനെ വളരെ റെയറായിട്ടായിരുന്നു താഴെയൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പം കുറെ നാളുകളായിട്ട് നമ്മുടെ ഈ നെല്ലിയാമ്പതിയിലും ഗവിയിലും ഒക്കെ നമുക്ക് ഇവരെ റോഡിൽ തന്നെ കാണാൻ സാധിക്കും. അതിന്റെ ഒരു മെയിൻ കാരണം നമ്മൾ മനുഷ്യന്മാര് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കാരണമാണ് ഇവരിങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും റെസ്പോൺസിബിൾ ആവേണ്ട ടൈം കഴിഞ്ഞു. വീണ്ടും വീണ്ടും ആളുകൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ കാരണം ഇവരുടെ സ്വഭാവം തന്നെ മാറി വരികയാണ്. ഇവരും ഇപ്പം സാധാ കുരങ്ങുകളെ പോലെ വണ്ടിയൊക്കെ വരുമ്പം എത്തിച്ചു നോക്കാനും ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ഇനി കാട്ടിലേക്കൊക്കെ പോകുമ്പം മാക്സിമം ആനിമൽസിനെ ഫീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.